നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലേക്കരയിൽ വൻ സ്പിരിറ്റ് വേട്ട. പൊള്ളാച്ചിയിൽ നിന്നും കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ചയാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. പുതുക്കാട് കുറുമാലി ക്ഷേത്രത്തിനു സമീപത്തെ പാടത്ത് തീപിടുത്തം. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഓട്ട് കമ്പനിയിലേക്കും തീ പടർന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും കാറ്റും വെളിച്ചവും എത്താതെ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ്. അധികൃതരുടെ അനാസ്ഥയെന്ന് ആരോപണം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 18ാം വാർഡിൽ നിർമ്മിച്ച ഗ്രാമമന്ദിരവും 110 നമ്പർ അങ്കണവാടിയും നാടിന് സമർപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ആലങ്ങാട് ശങ്കര UP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. പാലിയേക്കരയിൽ വൻ സ്പിരിറ്റ് വേട്ട. പൊള്ളാച്ചിയിൽ നിന്നും കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പിക്കപ്പിൽ നാളികേരം കൊണ്ടുപോവുകയാണെന്ന വ്യാജേന കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് പിടികൂടിയത്. 35 ലിറ്ററിന്റെ 50 കന്നാസുകളിലായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ, തമിഴ്നാട് സ്വദേശി കറുപ്പുസ്വാമി എന്നിവർ പിടിയിലായി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് പിടികൂടിയത്. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാനവാസ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ T ആനികുമാർ, സ്ക്വാഡ് അംഗങ്ങളായ സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ TR മുകേഷ് കുമാർ, S മധുസൂദനൻ നായർ, KV വിനോദ്, RG രാജേഷ്, പ്രിവന്റീവ് ഓഫീസർ SG സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MM അരുൺകുമാർ, മുഹമ്മദ് അലി, ബസന്ത്കുമാർ, രജിത് R നായർ, സുബിൻ, വിശാഖ്, ടോമി, എക്സൈസ് ഡ്രൈവർമാരായ രാജീവ്, വിനോദ് ഖാൻ, സേഠ് എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. തുറമുഖത്ത് കൊണ്ടെത്തിക്കാനാണ് അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് പ്രതികളുടെ ചോദ്യത്തിൽ പറഞ്ഞത്. 2 പ്രതികൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കറുപ്പസ്വാമി, ഒന്ന് GF 2 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം 1750 ലിറ്ററോളം സ്പിരിറ്റ് പ്രാഥമിക നിഗമനം കാണുന്ന സംഭവം തന്നെ അവർക്ക് ബാക്കി കാര്യങ്ങൾ. ഞായറാഴ്ച ആരംഭിക്കുന്ന 85ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കനകമല അടിവാരം പള്ളിയിൽ നിന്ന് മലമുകളിലെ കുരിശുമുടി ദേവാലയം വരെയുള്ള തീർത്ഥാടന വഴിയിൽ വൈദ്യുത ദീപങ്ങളും കുടിവെള്ളം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 തൃശൂർ അതിരൂപതയിലെ കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന പള്ളിയിൽ നിന്നും കൊളുത്തുന്ന ദീപശിഖ വാഹനങ്ങളുടെ അകമ്പടിയോടെ വൈകുന്നേരം 6 കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ദീപശിഖ ഏറ്റുവാങ്ങും. തുടർന്ന് 85ാമത് കനകമല നോമ്പുകാല തീർത്ഥാടനം ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അടിവാരം പള്ളിയിൽ നിന്ന് മലമുകളിലേക്ക് നിരവധി വിശ്വാസികൾ അണിനിരക്കുന്ന പ്രദർശനം ഉണ്ടാകും. കുരിശുമുടി ദേവാലയത്തിൽ ദീപം പ്രതിഷ്ഠിച്ച ശേഷം രാത്രി 7 വിശുദ്ധ കുർബാന അർപ്പണം നടക്കും. ഇതോടെ 57 ദിവസം നീണ്ടുനിൽക്കുന്ന തീർത്ഥാടനത്തിന് തുടക്കമാകും. പുതുക്കാട് കുറുമാലി ക്ഷേത്രത്തിനു സമീപത്തെ പാടത്ത് തീപിടുത്തം. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഓട്ട് കമ്പനിയിലേക്കും തീ പടർന്നു. ട്രാൻസ്ഫോർമറിൽ നിന്ന് തീപ്പൊരി വീണതാണെന്ന് കാരണമെന്ന് പറയുന്നു. ഓട്ട് കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന ഉപയോഗശൂന്യമായ കാർ സീറ്റുകളും അനുബന്ധ വസ്തുക്കളും കത്തിനശിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു സംഭവം. റെയിൽപാളത്തിന് തൊട്ടരികെ വരെ തീ പടർന്നത് ആശങ്കയുണ്ടാക്കി. പുതുക്കാട് നിന്ന് 2 യൂണിറ്റും ചാലക്കുടിയിൽ നിന്ന് 1 യൂണിറ്റും അഗ്നിരക്ഷാ സേനയെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡിൽ കാറ്റും വെളിച്ചവും എത്തിയിട്ടില്ല. 40 ലക്ഷം ചിലവഴിച്ച് പണിതീർത്ത കെട്ടിടത്തിൽ 4 പേർക്കിരിക്കാനുള്ള സൗകര്യം പോലുമില്ല. അധികൃതരുടെ അനാസ്ഥയിൽ മനസ്സുമടുത്തിരിക്കുകയാണ് ജനം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ 2018-19 സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് കെട്ടിടം.
2022 ഏപ്രിൽ 12 പുതുക്കാട് MLA KK രാമചന്ദ്രനാണ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത്. 45 സ്വകാര്യ ബസ്സുകളും 4 KSRTC ബസ്സുകളും സ്റ്റാൻഡ് വഴി സർവീസ് നടത്തുന്നുണ്ട്. ഇത്രയും ബസ്സുകളിലേക്കുള്ള യാത്രക്കാരും ജീവനക്കാരും ആശ്രയിക്കുന്ന വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് വൃത്തിഹീനമായും കാറ്റും വെളിച്ചവുമില്ലാതെ ഇരിക്കുന്നതും മൂലം വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാരും ബസ് ജീവനക്കാരും അനുഭവിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ കണ്ടിട്ട് വളരെ നീചമാണ്. ഇവിടുത്തെ ബാത്റൂമിന്റെ സ്ഥിതി കണ്ടിട്ട് ആൾക്കാർക്കൊന്ന് ബാത്റൂമിൽ പോയി ഇരിക്കാൻ പോലും ഒരു സൗകര്യമില്ല. ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പഞ്ചായത്തിൽ കംപ്ലൈന്റ് കൊടുത്താണ്. ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതുപോലെ റോഡിന്റെ അവസ്ഥ കണ്ടാലുണ്ടല്ലോ, എപ്പോഴും കുഴിയും കൊണ്ടുപോവുകയാണ്. അതേപോലെ ഈ കറണ്ട് ഇതുവരെയായിട്ടും ഇവിടെ കറണ്ടില്ല. ബസ് സ്റ്റാൻഡ് കോമ്പൗണ്ടിലെ കിണറിലുള്ള മോട്ടോറിനും ശൗചാലയത്തിനും വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ഗർഭിണികളും വയോധികരും രോഗികളും ബസ് കാത്തിരിക്കാൻ ആവശ്യത്തിന് ഇരിപ്പിടങ്ങൾ പോലുമില്ലാതെ ക്ലേശിക്കുകയാണ്. അവിടെ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് ഇപ്പം ഈ അടുത്ത് 40 ലക്ഷം രൂപ ചെലവ് കഴിച്ചിട്ട് നമ്മുടെ പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം കഴിച്ച ബസ് സ്റ്റാൻഡാണത്. അത് നാളിതുവരെയായിട്ട് ഇവിടെ ഒരു നല്ല ബാത്റൂമോ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം യാതൊന്നും തന്നെ ഇല്ല. ഇവിടെ മഹാവൃത്തികേടായിട്ടാണ് ഈ സംഭവങ്ങൾ കിടന്നത്. ഇവിടെ ഒരു ഫാൻ, ലൈറ്റ്, ആ വക സെറ്റിങ്സ് ഒന്നുമില്ല. MLA ഉദ്ഘാടനം ചെയ്ത സമയത്ത് മാത്രം ഇതെല്ലാം കറങ്ങ ലൈറ്റ് കത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ശൗചാലയം തന്നെ സ്ത്രീകൾക്ക് വരെ കുട്ടികൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ വെള്ളിക്കുളങ്ങര പരിസ്ഥിതിയുടെ സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ലാ കളക്ടർക്കും മറ്റൊരു പഞ്ചായത്തിലും നിരവധി സ്ഥലങ്ങളിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പരിസരവും ശൗചാലയവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് ഇതുവരെ നടപടികളില്ല. നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് വിഷയം അവതരിപ്പിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. 8 മാസത്തിന് മേലെ ഞാനിവിടെ സ്റ്റാൻഡ് ബസ് പിടിക്കുന്നത്. റോട്ടറി കച്ചവടമുണ്ട്, സ്റ്റാൻഡ് ബസ്സും ഉണ്ട്. വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ സ്റ്റാൻഡ് പോണത്. ഇന്നത്തിൽ വൃത്തിമെടുപ്പില്ല, ബാത്റൂമില്ല. പിന്നെ വയസ്സായവർക്ക്, ചെറുപ്പക്കാരെ പോട്ടെ, ഈ വയസ്സായവർക്ക് ബാത്റൂമിൽ ഇരിക്കണ്ടേ. വളരെ തീരാവശ്യമായി വന്നവർക്ക് ഇരിക്കാൻ അപ്പോഴും 3 ചെയർ തലയിട്ടവർ കൊണ്ടുവച്ചിട്ടുണ്ട്. വേറെ 3 ചെയർ, ആകെ 3 ചെയറുള്ളൂ. പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ വണ്ടികൾ കൊണ്ടിട്ട് പുറമേന്നുള്ള ടീമുകൾ എങ്ങനെ സ്മോൾ ടീം ചിമ്മങ്ങളാക്കുക. ഒരാളും കാണില്ല. എന്തെങ്കിലും വിളിച്ചാൽ പറ്റില്ല. അപ്പോൾ സൗകര്യം എല്ലാത്തിനും സൗകര്യമില്ലേ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്റ്റാൻഡിലെ പോക്ക്. പിന്നെ നമ്മൾ എന്ത് പരാതി ഓർത്തിട്ടും കാര്യമില്ല. രാത്രിയായാൽ സ്റ്റാൻഡിൽ വെളിച്ചമില്ലാത്തതിനാൽ ഇവിടെ മദ്യപാനവും മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ഏറെ കാത്തിരിപ്പിന് ശേഷം വന്ന ബസ് സ്റ്റാൻഡ് നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ അറപ്പുളവാക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നതിൽ മനം നൊന്ത് അധികാരികളുടെ കനിവിനു വേണ്ടി അപേക്ഷിക്കുകയാണ് ജനം. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തോളമാകുമ്പോഴും വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡിലെ ഫാനുകളും ലൈറ്റുകളും ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ബാത്റൂമുകൾ ആവശ്യത്തിന് വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ കിടക്കുന്നു. ബസ് സ്റ്റാൻഡും പരിസരവും തന്നെ വളരെ മലിനമായ ഒരു സാഹചര്യത്തിലാണ്. ഈ അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും മാറ്റമുണ്ടാകണമെന്നും മനുഷ്യർക്ക് ധൈര്യമായി വന്നിരിക്കാനും ബസ് കാത്തിരിക്കാനും സുഗമമായി യാത്ര ചെയ്യുവാനുമുള്ള സൗകര്യം ഉണ്ടാകണം എന്നാണ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 18ാം വാർഡിൽ നിർമ്മിച്ച ഗ്രാമമന്ദിരവും 110ാം നമ്പർ അങ്കണവാടിയും നാടിന് സമർപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ രാധിക സുരേഷ്, ജോജോ പിണ്ടിയാൻ, രജനീഷ് ഷിനോയ്, സുഹറ മജീദ്, ശ്രുതി രാകേഷ്, ബിന്ദു പ്രിയൻ, VB അരുൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി EM ഉമ്മർ, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഷെജി P തോമസ്, ഫാദർ ഡേവിസ് ചെറമ്മൽ എന്നിവർ പ്രസംഗിച്ചു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 29 ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. സ്ഥലം ഏറ്റെടുത്ത സന്ദർഭത്തിൽ ആ സ്ഥലം ആവശ്യമായ പണം സ്വരൂപിക്കാൻ എല്ലാ ആളുകളെയും സ്നേഹം കൊണ്ടും സഹായം കൊണ്ടും പിന്തുണ കൊണ്ടും അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഇന്ന് നല്ല നെയ്ച്ചോറും. ആലങ്ങാട് ശങ്കര UP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് സാജു കൊടിയൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡോ തോമസ്, മായ ചാമചന്ദ്രൻ, സ്കൂൾ മാനേജർ K അനിയൻ, പ്രധാനാധ്യാപിക M ശ്രീകല, PTA പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, സ്റ്റാഫ് സെക്രട്ടറി KA സത്യനാരായണൻ, OSA പ്രതിനിധി KA അബിൻ, റോസൽ രാജ്, KP ജോണി, മാർ ഔഗിൻ കുര്യാക്കോസിന്റെ മാതാവ് അച്ചാമ്മ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മികച്ച വിദ്യാലയ പ്രതിഭയെ അനുമോദിക്കൽ,
സർവകലാശാല ബിരുദ പരീക്ഷയിൽ റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം, സ്കോളർഷിപ്പ് വിജയികളെ അനുമോദിക്കൽ, വിവിധ മേളകളിലെയും കലാകായിക മത്സരങ്ങളിലെയും വിജയികളെ അനുമോദിക്കൽ എന്നിവ നടത്തി. മാർ ഔഗിൻ കുര്യാക്കോസ് ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം ഈ രംഗത്തേക്ക് വന്ന സമയത്ത് ഒരു വർഷം നമ്മൾ അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ക്ഷണിച്ചു. അദ്ദേഹം വരികയും ചെയ്തു. വന്ന് അന്ന് ഓഫർ ചെയ്തതാണ് 10 കുട്ടികൾക്ക്. 2023 ഫെബ്രുവരി 17 വെള്ളിയാഴ്ച നടത്തി പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈമൺ നമ്പാടിന് അധ്യക്ഷത വഹിച്ചു. മുഖ്യ അതിഥിയായി എത്തിയത് സീനിയർ ആർട്ടിസ്റ്റ് ശ്രീ കലാഭവൻ നവാസ് ആയിരുന്നു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് കാണിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം വിശിഷ്ടാതിഥികൾ നിർവഹിച്ചു. കൊടകര പാറക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശനിയാഴ്ച രാവിലെ ഫാദർ ഡേവിസ് ചെങ്ങനിയാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി, പ്രസുതേന്തി വാഴ്ച, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവയ്ക്ക് ശേഷം വീടുകളിലേക്കുള്ള അമ്പ് എഴുന്നള്ളിപ്പുണ്ടായി. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻജോ പുത്തൂർ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലിജോ കരുത്തി സന്ദേശം നൽകും. വൈകിട്ട് 4 ആരംഭിക്കുന്ന തിരുനാൾ പ്രദക്ഷിണം രാത്രി 7 പള്ളിയിൽ സമാപിക്കും. തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും വർണ്ണക്കാഴ്ചയും അരങ്ങേറും. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളി സീനിയർ CLCയുടെയും ശാന്തി ഭവൻ പാലിയേറ്റീവ് കെയറിന്റെയും മഹാത്മാ മെഡിക്കൽസിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അസംഷൻ പള്ളി വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, ശാന്തി ഭവൻ മെഡിക്കൽ ഓഫീസർ ഡാറിഷിൻ സുമൻ, വാർഡംഗം ജോൺ തുലാപ്പറമ്പിൽ, ട്രസ്റ്റി ജോയ് ചക്കാലക്കൽ, സീനിയർ CLC പ്രസിഡന്റ് സെബി മഞ്ഞളി, കൺവീനർ KP ബാബു എന്നിവർ നേതൃത്വം നൽകി. അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങൾ ക്യാമ്പിലുണ്ടായിരുന്നു. മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു. കുറഞ്ഞ നിരക്കിൽ അൾട്രാസൗണ്ട് സ്കാൻ, വിവിധ ടെസ്റ്റുകൾ എന്നിവ നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച T നസറുദ്ദീന്റെ 2ാം ഓർമ്മദിനം നന്ദിപുരം യൂണിറ്റിൽ ആചരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമായ സുമേഷ് നിവേദ്യം ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് അൽഫോൻസ പൌലോസ് അധ്യക്ഷയായി. MG സുനിൽകുമാർ, സജിത ഗോപിനാഥ്, ലിൻസൺ, അരുൺ ബാലകൃഷ്ണൻ, MS രാമചന്ദ്രൻ, ബീന ഡേവിഡ്, പൌലോസ് തോട്ടിയാൻ, ജോയ്, നിതിൻ, ജോൺസൺ എന്നിവർ സന്നിഹിതരായിരുന്നു. ഹൈദരാബാദിലെ ബാലയോഗി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന 5ാമത് ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മറ്റത്തൂർ കടമ്പോട് സ്വദേശിനി ഉഷ മാണി സ്വർണം നേടി. 60നും 65നും ഇടയിൽ പ്രായമുള്ളവരുടെ ലോങ് ജമ്പ് മത്സരത്തിലാണ് ഈ 62കാരി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 2 മാസം മുൻപ് കാസർഗോഡ് നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഉഷ മാണി 100 മീറ്റർ ഓട്ടം, ഡിസ്കസ് ത്രോ, ലോങ് ജമ്പ് എന്നിങ്ങനെ 3 ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലും ലോങ് ജമ്പ്, 100 മീറ്റർ ഓട്ടം എന്നിവയിൽ ഇവർ 1ാം സ്ഥാനക്കാരിയായിരുന്നു. ഹൈദരാബാദിൽ ഞായറാഴ്ച നടക്കുന്ന 100 മീറ്റർ ഓട്ട മത്സരത്തിൽ കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയാണ് ഉഷ. 5 വർഷം മുൻപ് മലപ്പുറത്ത് നടന്ന കുടുംബശ്രീ സംസ്ഥാന കായികമേളയിൽ മത്സരിച്ച 3 ഇനങ്ങളിലും ഉഷ 1ാം സ്ഥാനം നേടിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ഉഷ കടമ്പോട് പരേതനായ ഇല്ലത്തുംപറമ്പിൽ മാണിയുടെ ഭാര്യയാണ്. നേരത്തെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. ചാലക്കുടി വെട്ടിക്കുഴി നോട്ടർഡാം സ്കൂളിലെ കായികാധ്യാപകനും മാസ്റ്റേഴ്സ് ജില്ലാ ടീം മാനേജറുമായ പ്രവീൺ കുമാർ, പ്രിയങ്ക എന്നിവർ മക്കളാണ്. ആമ്പല്ലൂർ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 9 ശീവേലി, പഞ്ചാരിമേളം, ഉച്ചതിരിഞ്ഞ് 2:30 കാഴ്ച ശീവേലി, പഞ്ചവാദ്യം, വൈകിട്ട് 5 കൂട്ടി എഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, വൈകിട്ട് 6:45 തായമ്പക, രാത്രി 9:30 ഡാൻസ് ഡ്രാമ, പിറ്റേന്ന് പുലർച്ചെ 2 ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ്, 4 കൂട്ടി എഴുന്നള്ളിപ്പ്, 5 കളമെഴുത്തുപാട്ട്, 6 വേലവരവ് എന്നിവയുണ്ടാകും. മേളത്തിന് പെരുവനം സതീശൻ മാരാരും പഞ്ചവാദ്യത്തിന് അയലൂർ അനന്തനാരായണ ശർമ്മയും നേതൃത്വം നൽകും. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കവിതാ വായനശാല ഞായറാഴ്ച രാവിലെ 10 എഴുത്തുകാരനായ രാജൻ നെല്ലായി ഉദ്ഘാടനം ചെയ്യും. മുപ്ലിയം ഷൺമുഖപുരം പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം ചൊവ്വാഴ്ച വരെ നടക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ താളൂപ്പാടത്തുള്ള അങ്കനവാടി സ്മാർട്ടാകുന്നു. MP-യുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 23.1 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് അങ്കനവാടി ഒരുക്കുന്നത്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 TN പ്രതാപൻ MP നിർവഹിക്കും.
പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരിക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. സംസ്ഥാന യുവജന കമ്മീഷൻ ഫെബ്രുവരി 24 രാവിലെ 9 മുതൽ പാലാ സെന്റ് തോമസ് കോളേജിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കോട്ടയം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും പാലാ സെന്റ് തോമസ് കോളേജിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കരിയർ എക്സ്പോ 2024 തൊഴിൽ മേളയിൽ 18-നും 40-നും മധ്യ പ്രായമുള്ള യുവജനങ്ങൾക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള യുവജനങ്ങൾക്കും തൊഴിൽ ദാതാക്കൾക്കും ksyc.kerala.gov.in എന്ന ലിങ്ക് വഴി തൊഴിൽ മേളയിൽ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0471 230 8630 790 756 5474. കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ സെക്യൂരിറ്റി തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് എക്സ് സർവീസ്മാൻമാരിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. യോഗ്യരായവർ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0480 2720 746 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. കൊളത്തൂർ കുഴിക്കാട്ടിൽ കൃഷ്ണൻകുട്ടി നായർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് പാമ്പാടി ഐവർ മഠത്തിൽ. വത്സലയാണ് ഭാര്യ. ബിന്ദു, ജയൻ, ജയശ്രീ എന്നിവർ മക്കളും സുരേഷ്, വിനോദ്, ശ്രീജ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലേക്കരയിൽ വൻ സ്പിരിറ്റ് വേട്ട. പൊള്ളാച്ചിയിൽ നിന്നും കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ചയാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. പുതുക്കാട് കുറുമാലി ക്ഷേത്രത്തിനു സമീപത്തെ പാടത്ത് തീപിടുത്തം. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഓട്ട് കമ്പനിയിലേക്കും തീ പടർന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും കാറ്റും വെളിച്ചവും എത്താതെ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ്. അധികൃതരുടെ അനാസ്ഥയെന്ന് ആരോപണം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 18ാം വാർഡിൽ നിർമ്മിച്ച ഗ്രാമമന്ദിരവും 110 നമ്പർ അങ്കണവാടിയും നാടിന് സമർപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ആലങ്ങാട് ശങ്കര UP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.